രണ്ട് വനിതകൾ ഉൾപ്പെടെ യുവപ്രാതിനിധ്യം ഉറപ്പാക്കി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര മണ്ഡലത്തിലും കൂത്തുപറമ്പ് ജയന്തിരാജനും മത്സരിക്കും. മുതിർന്ന നേതാവ് എം കെ മുനീറിന് സീറ്റില്ല. MSF യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷന്മാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും വേങ്ങരയിൽ KM ഷാജിയും മത്സരിക്കും. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, 2021 സ്ഥാനാർത്ഥി പട്ടികയെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മാറ്റങ്ങളുണ്ട്. പല MLA-മാരും മണ്ഡലം മാറി മത്സരിക്കുന്നൊപ്പം പുതിയ ആളുകൾ പട്ടികയിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു പതിവ്, ഇത്തരത്തിലൊരു മാറ്റം സാധാരണഗതിയിൽ ലീഗിൽ പതിവുള്ളതാണോ? ആരൊക്കെയാണ് ഇത്തവണ പുതുതായി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്? പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച പട്ടികയിൽ തീർച്ചയായും സർപ്രൈസുകൾ തന്നെയായിരുന്നു. കാരണം പതിവിൽ നിന്നും വ്യത്യസ്തമായി യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ചരിത്രത്തിലാദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികൾക്ക് ലീഗ് അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തന്നെ മണ്ഡലം മാറ്റം ഉണ്ടാകുന്നു എന്ന് തുടങ്ങി വ്യത്യസ്തമായ എല്ലാ സർപ്രൈസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പട്ടിക പ്രഖ്യാപിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്ന വേങ്ങരയിൽ നിന്നും അദ്ദേഹത്തിന്റെ ആദ്യ മണ്ഡലമായ മലപ്പുറത്തേക്ക് മാറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതേസമയം മാറുന്ന സ്ഥലത്തേക്ക് വേങ്ങരയിലേക്ക് വരുന്നതാകട്ടെ ലീഗിന്റെ തന്നെ മറ്റൊരു സുപ്രധാനപ്പെട്ട നേതാവായ KM ഷാജിയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരു വലിയൊരു മാറ്റം അവിടെ വരുന്നു. ലീഗിന്റെ പ്രധാനപ്പെട്ട MLA-മാർ, ഏറെക്കുറെ MLA-മാരൊക്കെ തന്നെ 5 MLA-മാർ മാറ്റി ബാക്കിയുള്ളവർ മത്സരിക്കുന്നത്. അതേസമയം കൊണ്ടോട്ടി TB ഇബ്രാഹിം വള്ളിക്കാവ് അന്നുകുന്നിലേക്ക് മാറുന്നു. യുവതരയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ലീഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. MSF പ്രസിഡന്റുമാർക്ക് സാധാരണഗതിയിൽ നിയമസഭയിലേക്ക് അവസരം ലഭിക്കാറില്ല. അതേസമയം MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന് ആദ്യമായി ആ അർത്ഥത്തിൽ അവസരം ലഭിച്ചിരിക്കുന്നു. താനൂരിൽ, അതും B അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഇപ്പോൾ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് PK നവാസിനെ നിയോഗിക്കുന്നത്. TP അഷ്റഫ് യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫിലേക്ക് കൊണ്ടോട്ടിയിൽ അവസരം നൽകിയിരിക്കുന്നു. ഫൈസൽ ബാബു യൂത്ത് ലീഗിന്റെ നേതാവായിരുന്നു. ഇപ്പോൾ ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ കോഴിക്കോട് സൌത്തിലേക്കാണ് നിയോഗിച്ചിരിക്കുന്നത്. 2 വനിതകൾ എന്ന് പറയുമ്പോൾ ജയന്തിരാജന്റെ കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതേസമയം ഏറ്റവും സർപ്രൈസായി വന്നത് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ തന്നെയാണ്. കുന്നമംഗലം ഉൾപ്പെടെ പല സീറ്റുകളും ചർച്ചയായിരുന്നെങ്കിൽ പോലും പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ എന്നുള്ളത് തികച്ചും സർപ്രൈസ് തന്നെയായിരുന്നു. ആ അർത്ഥത്തിൽ കാസർഗോഡ് KM ഷാജിയുടെ പേരായിരുന്നു, വേറെ പേരുന്നൂടെ ഉണ്ടായിരുന്നില്ല. അതേസമയം കലക്ടർ മൈനാജി അവിടേക്ക് വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒറ്റയടിക്ക് ഒരു ലിസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ AK അഷ്റഫ് തന്നെ, അദ്ദേഹം ജനകീയ MLA, അദ്ദേഹം തന്നെ വീണ്ടും ജനവിധി നേടും. കാസർഗോഡ് കലക്ടർ മൈനാജി, അഴീക്കോട് കരീം ചിലേരി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. കൂത്തുപറമ്പിൽ ജയന്തിരാജൻ, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള മുൻ MLA അവിടെ വരുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, തിരുവമ്പാടിയിൽ CK കാസിം, കോൺഗ്രസ് അത് വിട്ടുകൊടുക്കുന്നില്ല, ലീഗ് തന്നെ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CK കാസിമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. കുന്നമംഗലത്ത് കൊടുവള്ളിയിൽ PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കൊടുവള്ളിയാണ് മത്സരിക്കുന്നത്. കുന്നമംഗലത്ത് MA റസാഖ് മാസ്റ്റർ, അതായത് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കുന്നമംഗലത്ത് മത്സരിക്കുന്നു. കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു, വള്ളിക്കുന്ന് TB ഇബ്രാഹിം, നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടിയായിരുന്നു അദ്ദേഹം MLA ആയിരുന്നത്, അദ്ദേഹത്തിന് ഒരു മണ്ഡലം മാറുന്നു. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള CPയിൽ നിന്നും ലീഗിലേക്ക് വന്ന അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയാണ് മഞ്ചേരിയിൽ. ഏറനാട് PK ബഷീർ തുടരുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, മങ്കടയിൽ മഞ്ഞളാംകുഴിയിൽ, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, വേങ്ങരയിൽ KM ഷാജി, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ തുടരും. തിരൂര് കുറുക്കോൾ മൈതാനി തുടരും. താനൂർ PK നവാസ്, തിരുവങ്ങാടി PMA സമീർ, അതാണ് ഒരു വിഷയം ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു സർപ്രൈസ്. മണ്ണാർക്കാട് NSHAB തുടരുമ്പോൾ ഗുരുവായൂർ CH റഷീദും, കളമശ്ശേരിയിൽ V അബ്ദുൽ ഗഫൂർ. അങ്ങനെ 25 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 പേര് ഇനിയും അത് കോൺഗ്രസുമായുള്ള സീറ്റ് വെച്ചുമാറ്റത്തിൽ തീരുമാനമാകത്തോണ്ടാണ് 2 പേർക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുന്നത്. കോങ്ങാട് സീറ്റിന് പകരമുള്ള സീറ്റും പുല്ലൂർ സീറ്റിന് പകരമുള്ള സീറ്റും കോൺഗ്രസ് അറിയിച്ചാൽ ആ 2 പേരുടെയും സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കുക. അതിനുവേണ്ടി മുഴുവൻ സ്ഥാനാർത്ഥിയെ വൈകിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾക്ക് വീണ്ടും ഇവിടെ നേതാക്കളുടെ ഒരു പട തന്നെ വരുന്നുണ്ട്. KM ഷാജി വേങ്ങരയിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന് നമുക്ക് നേരത്തെ വലിയൊരു അദ്ദേഹം വയനാട് സ്വദേശി, അതേസമയം കണ്ണൂരിലെ അഴിക്കൂടുന്നാണ് 2 തവണ മത്സരിച്ചത്. ഇത്തവണ ഒരു പക്ഷേ കാസർഗോഡ് മത്സരിക്കുന്നതായിരുന്നു ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുമ്പോൾ ലീഗിന്റെ ഒരു തറവാട് എന്ന് പറയാൻ പറ്റുന്ന പോലെ വേങ്ങര, അതായത് പാണക്കാട് കുടുംബം ഉൾപ്പെടെയുള്ള അടങ്ങുന്ന ആ മണ്ഡലം വേങ്ങരയിലേക്കാണ് KM ഷാജിയെ നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ സർപ്രൈസുകളുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്. എന്തായാലും 27 അംഗത്തിൽ 25 പേരുടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 പേരുടെ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവുന്ന മുറയ്ക്ക് 2 പേരുടെ പ്രഖ്യാപിക്കും. ഇത്തവണ ഏറ്റവും കൂടുതൽ MLA-മാരെ വിജയിപ്പിക്കണം എന്നതാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാർ അവർ വരണമെന്ന് അവർ കരുതുന്നു. ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. PK ഫിറോസ്, നമ്മുടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഇവിടെ കൊടുവള്ളിയെ കുറിച്ച് പറയാം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജന്മനാടാണ് കൊടുവള്ളി. ഞാൻ പഠിച്ചു വളർന്നൊരു പ്രദേശമാണ് ഈ കൊടുവള്ളി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പാർട്ടി എനിക്കൊരു അവസരം നൽകി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം,
പാർട്ടിയുടെ മുതിർന്ന അത് മൂന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ജനപ്രതിയായിട്ടുള്ള ഒരു മണ്ഡലമാണ് കൊടുവള്ളി. അഹമ്മദ് സാഹിബിനെ പോലെ, പി എം അബൂബക്കർ സാഹിബിനെ പോലെയുള്ള, പി വി മുഹമ്മദ് സാഹിബിനെ പോലെ, സി മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള, ഇപ്പോൾ ഏറ്റവും എം കെ മുനീർ സാഹിബ്, നേരത്തെ ഉമ്മർ മാഷും, അപ്പോൾ അവരൊക്കെ ജനപ്രതിയായ ഒരു മണ്ഡലത്തിലാണ് പാർട്ടി അവസരം നൽകിയത്. അതിന്റെ തുടർച്ചയുണ്ടാക്കണം. പിന്നെ യുവജനങ്ങൾക്ക് ലീഗിന്റെ കോട്ടയാണ്, UDFന്റെ ഉരുക്ക് കോട്ടയാണ്. പിന്നെ യുവജനങ്ങൾക്ക് ഇതുപോലെ പ്രാതിനിധ്യം ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഉയർന്ന പ്രാതിനിധ്യം. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക, CPM-നൊക്കെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ യുവാക്കൾക്ക് വലിയ അവഗണന നേരിട്ടു എന്നൊരു ആക്ഷേപം പൊതുവിൽ പുറത്തു വന്നൊരു സമയത്താണ് 27 പേരിൽ 5 പേരെ, അത് നേരത്തെ ഉള്ളവരെ കൂടാതെയാണ്, ഇപ്പോൾ നജീബ് കാന്തപുരവും AK അഷ്റഫിനെ പോലെയുള്ളവരൊക്കെ പുറമെ 5 പേരെ, അതെ പുതിയ ആളുകൾ വന്നു. പ്രത്യേകിച്ച് പിന്നെ PK നവാസ് താനൂരിൽ വന്നു, അതുപോലെ TP അഷ്റഫ് അലി കൊണ്ടോട്ടിൽ വന്നു, ഫൈസൽ ബാബു കോഴിക്കോട് സൗത്തിൽ വന്നു, ഫാത്തിമ തൈലിയ പേരാമ്പ്രയിൽ വന്നു. 2 വനിതകൾ. അതും ഇത്തവണത്തെ പട്ടികയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം സർപ്രൈസ് എൻട്രിയാണ്. എല്ലാവരും വിചാരിച്ചത് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തൈലിക്ക് പുറമെ കൂത്തുപറമ്പിൽ ജയന്തി രാജനും വന്നിരിക്കുന്നു. അപ്പോൾ 2 വനിതാ പ്രതിനിധികളും 5 യുവാക്കൾ. എത്ര സീറ്റാണ് ലക്ഷ്യമിടുന്ന ലീഗ്? 27 സീറ്റും വിജയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ജനങ്ങൾ അത്രയേറെ വെറുത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് UDFന് അനുകൂലമായി ചിന്തിക്കുന്ന UDFന്റെ പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവികൾ പോലും ആ നിലയ്ക്ക് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് CPM ഒരു കേഡർ പാർട്ടിയാണ്. CPM-നകത്ത് ഇത്രയും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അത്രയധികം ആളുകൾ വരുമ്പോൾ ലീഗ് വലിയൊരു ശക്തിയോടെ ഉണ്ടാവും. UDFനകത്തെ എല്ലാ കക്ഷികളും വലിയ ശക്തിയാവും. ലീഗ് മാത്രമല്ല, UDFനകത്തെ എല്ലാ കക്ഷികളും ശക്തരായി UDF ഒരു മികച്ച ടീം UDF ആയി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത് പോലെ ഒരു ടീം UDF ആയി, ഐക്യജനാധിപത്യ മുന്നണിയായി അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണാൻ പോകുന്നത്. തീർച്ചയായും കൊടുവള്ളിയിലാണ് PK ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ